വേദിയിൽ ശ്രമിക്കുന്ന വിശിഷ്ട വ്യക്തിയാണ്. ഒരുപാട് സമയമായി നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടിട്ട് വേഗം ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാനതുകൊണ്ട് ആദ്യ പ്രസംഗത്തിലോടൊന്നും പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ 3ാം ക്ലാസ്സിൽ തീരെ ചെറിയ പൊടിപ്രായമായിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ 3A ക്ലാസ് ടീച്ചറായിരുന്നു ലീമാമ്മ. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഞാനവിടെ നമ്മളിങ്ങനെ ഓടിക്കളിക്കുന്നൊക്കെ പ്രായത്തിൽ അന്നാണ് ആദ്യമായിട്ട് അമ്മേനെ കാണുന്നത്. അന്ന് തീരെ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് പൊക്കം കുറവാണ്. അമ്മയ്ക്ക് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നല്ല പൊക്കമായിട്ട് തോന്നുന്നത്. ശരിക്കും പൊക്കമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനുശേഷം ഓരോ സമയത്തും ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. കാരണം എനിക്ക് ആൾക്കാരെയൊക്കെ നോക്കാൻ അല്ലെങ്കിൽ വളരെ സഭാകമ്പമുള്ള ഒരു മനുഷ്യനാണ്. ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സൈക്കോളജിസ്റ്റ് ആകുകയും അതുപോലെ ഈ പറയുന്ന ഒരു അധ്യാപകനായിട്ട് മാറണമെങ്കിൽ ലീമാമ്മ എന്നിൽ ചെലുത്തിയ ഒരു പ്രചോദനമുണ്ട്. അത് വളരെ വലുതാണ്. അതുപോലെ ഒരു 2-3 അനുഭവങ്ങൾ എൻ്റെ ഒരു ഓർമ്മയാണ്. അതും കൂടെ പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിച്ചോളാം. 3ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ലിസിമഠത്തിൽ തൊട്ടപ്പുറത്തുനിന്ന് ഈ ലൂവിക്ക അതുമായിട്ട് ലോലോലിക്ക ലൂവിക്ക എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും അമ്മ ഈ പക്ഷാഭേദമൊന്നുമില്ല, എല്ലാവർക്കും അത് കിട്ടിയോന്ന് ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി അവിടുന്ന് മടത്തിൽ നിന്ന് തന്നെ ഉപ്പും അതുപോലെ ലൂവിക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും അത് പറയുമ്പോഴത്തേക്ക് എൻ്റെ വായിൽ കപ്പൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർമ്മ നമ്മൾ ഈ ന്യൂജൻ ഭാഷയിൽ ആ ഒരു നൊസ്റ്റു ഒരു ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കെടാതെ നിൽക്കുവാണ്. അതുപോലെ തന്നെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. നമ്മളൊക്കെ മുതിർന്നവരെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കവിതയുണ്ട്, മറ്റേ പല പല നാളുകൾ ഞാനൊരു പിടിവായ്പ അവിടെ കൂട്ടിൽ തുടങ്ങി. അതുപോലെ ഒരുപാട് മറ്റേ കൈസറിന്റെ ജീവിതവും അതുപോലെ വാഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കവിത ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മ വളരെ താളാത്മകതയോടെ അത് പാടി അല്ലെങ്കിൽ അത് ആ രീതിയിൽ അവതരിപ്പിച്ചത് ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട വലിയൊരു കാര്യം, അമ്മയുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും എപ്പോഴൊക്കെ ആണെങ്കിലും ഏത് സമയത്താണെങ്കിലും മോനെ എന്നാ ഉണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ ഉള്ള എല്ലാ കാര്യവും എല്ലാവരെ കുറിച്ചൊരു ദീർഘവീക്ഷണവും അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പോഴും നേരത്തെ ശൈലേഷ് സാർ ഇവിടെ വിശേഷിപ്പിച്ച പോലെ ഈശോ എപ്പോഴും കൂടെ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു അമ്മ എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പം അതുപോലെ എല്ലാ രീതിയിലും ഇനിയുള്ള ജീവിതത്തിലാണെങ്കിലും അമ്മയ്ക്ക് എന്തായാലും ഈ റിട്ടയർമെന്റ് ഫംഗ്ഷൻ എന്ന് പറയരുതെന്നാണ്. അപ്പം ഇനിയുള്ള വിശ്രമ ജീവിതമല്ല, ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ആ എല്ലാ രീതിയിലും എല്ലാ ഭാവങ്ങളും അമ്മയ്ക്ക് തരുന്നു. അതുപോലെ ജാൻസി സാറ് ഒരു ജീവശാസ്ത്ര അധ്യാപകനാണ്. അതിലുപരിയായിട്ട് ഒരു നിശ്ചയദാർഢ്യവും ഒരു കർമ്മബോധവും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് ജാൻസി സാറ്. അപ്പം സാറിൻ്റെ ഈ അധ്യാപന ജീവിതത്തിൽ ഒരുപാട് പേരെ കാണുകയും അതുപോലെ പല രീതിയിലുള്ള നല്ല നല്ല കൂട്ടുകെട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൽ ഒരുപാട് നല്ല രീതിയിൽ ഓർമ്മ നിലനിൽക്കുന്ന രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ സാറിൻ്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു സർ. പുളിക്കുന്ന സ്കൂളിൽ നമ്മുടെ ലീമ സിസ്റ്ററിന്റെ ഹെഡ് മിസ്ട്രസ്സായി സേവനമനുഷ്ഠിച്ചിരുന്ന സിസ്റ്റർ വിൻസി ഈ അവസരത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചു.